ഹലോ കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് കൂട്ടുകാർ. ഒരു ദിവസം രണ്ട് കൂട്ടുകാർ മരുഭൂമിയിലെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കത്തിൽ തുടർന്ന് ഒരു കൂട്ടുകാർ മറ്റു കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. അടികൊണ്ട കൂട്ടുകാർ ഒരുപാട് കരഞ്ഞു. എങ്കിലും അവൻ ഒന്നും പറഞ്ഞില്ല. പകരം അവൻ മരുഭൂമിയുടെ മണലിലേക്ക് നിന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ മുഖത്തടിച്ചു. പിന്നെ അവൾ യാത്ര തുടർന്നു. യാത്രയുടെ ഇടയിൽ ദാഹിച്ചു വന്നയാൾക്ക് ഒരു മരുപ്പച്ച കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ അവൾ അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അടുത്ത അടി കൊണ്ട കൂട്ടുകാർ ഒരു ചളിക്കുഴിയിൽ മുങ്ങാൻ തുടങ്ങി. എന്നാലും അവന്റെ പ്രിയ കൂട്ടുകാർ അവനെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു. അവന് രക്ഷപ്പെട്ട കൂട്ടുകാർ അവിടത്തെ കല്ലിൽ വെച്ചു. നിന്റെ പ്രിയ കൂട്ടുകാരൻ നിന്റെ ജീവൻ രക്ഷിച്ചു. അവന്റെ മുഖത്തടിച്ചതും പിന്നെ അവന്റെ ജീവൻ രക്ഷിച്ചതുമായ ആ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ആദ്യം നിന്നെ ഞാൻ വേദനിപ്പിച്ചു, അപ്പോൾ നീ മണലിലേക്ക്, ഇപ്പോൾ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചപ്പോഴോ നീ എന്തുകൊണ്ടാണ് കല്ലിൽ എഴുതിയത്? കൂട്ടുകാരന് മറുപടി പറഞ്ഞു, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മൾ അത് മണലിൽ എഴുതണം. ക്ഷമയാവുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. ആരെങ്കിലും നമ്മൾക്ക് നല്ലത് ചെയ്തു തന്നാൽ നമ്മൾ അത് കല്ലിൽ കൊത്തിവെക്കണം, ഒരിക്കലും മറന്നു പോവാത്ത പോലെ. ഈ കഥയുടെ ഗുണപാഠമാണ്, നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവന്റെ തെറ്റുകൾ പൊറുക്കാനും മറക്കാനും സാധിക്കണം. അങ്ങനെ അവൾ ചെയ്ത നല്ല കാര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കും, ഓർമ്മ വിശ്വസിക്കുകയും വേണം. നന്ദി.